ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് കറിനാരങ്ങ വെള്ളക്കിട്ടാലോ. കറിനാരങ്ങ വെള്ളക്കിടാനായിട്ട് കറിനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, കായം, വിനാഗിരി. ഞാനിവിടെ കറിനാരങ്ങ ഒരു ദിവസം മുമ്പ് തന്നെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ അച്ചാറിട്ടാലും ഒരു ദിവസം മുമ്പ് ഞാൻ മാങ്ങയും നാരങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിട്ട് വെക്കാറുണ്ട്. ആ നാരങ്ങയിലേക്കും മാങ്ങയിലേക്കൊക്കെ ഒരു മയമൊക്കെ കിട്ടാൻ, രണ്ടിനും ഒരു മയമൊക്കെ കിട്ടാനും പെട്ടെന്ന് ഉപ്പൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ദിവസം മുമ്പ് തന്നെ അരിഞ്ഞ് ഉപ്പിട്ട് വയ്ക്കാറുണ്ട്. ഇനി നമുക്ക് നാരങ്ങ വെള്ളക്കിടാനായിട്ട് കുറച്ച് ഉലുവ പൊടിച്ചത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉലുവ പൊടിക്കാൻ വേണ്ടി ഉലുവ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുവാണ്. ഉലുവ വറുത്ത് നമുക്ക് മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് നല്ല പൊടിയായിട്ടാണ് വേണ്ടത്. പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് വറക്കാം. ഞാനിവിടെ 2 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇന്ന് എത്ര വേണമെന്നൊന്നുമില്ല. നമുക്ക് എന്തോരം ചതച്ചെടുക്കാനൊക്കെ പറ്റുമോ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആവശ്യത്തിന് ഒരു വലിയൊരു ചുള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയൊരു ഇഞ്ചി കഷ്ണവും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചെറിയൊരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒരു പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്തോന്ന് നമ്മുടെ ചട്ടിയിൽ എൻ്റെ അടി പിടിക്കാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഒരു പരുവുണ്ടല്ലോ, അതായത് നമ്മൾ ഇനി ഇളക്കി നോക്കുമ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ട് കടക്കും. ആ സമയം വരുമ്പോൾ നമുക്ക് ഉലുവയുടെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ മാറി അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി പിടിക്കാൻ പാകത്തിന്. അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ നാരങ്ങയിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവയുടെ പൊടിയും എല്ലാം സെറ്റായി കഴിഞ്ഞ് ഏകദേശം വെള്ളം ഒഴിക്കാറാകുമ്പോൾ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കാരണം നമ്മളിനി ഈ നാരങ്ങയിലേക്ക് നാരങ്ങയ്ക്ക് ഒരു വെള്ളമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, നമ്മളിനി വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടും വെള്ളമാണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫും ചെയ്യാം. നാരങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നന്നായി ഇളക്കി നാരങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇളക്കി നന്നായി സെറ്റാക്കാം. അതിനുശേഷം തണുത്ത് ആറിയ ശേഷം വേണം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമുക്ക് ഏകദേശം ഇതൊന്ന് സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും നാരങ്ങയുടെ എല്ലാ ഭാഗത്തും ഇതാകാൻ പാകത്തിന് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒന്ന് ആറിയ ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഇടണേ, വെള്ളം ഒഴിക്കരുത്. അല്ലെങ്കിൽ പിന്നെ ചൂടും വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ. പച്ചവെള്ളത്തിൽ കലക്കിയ ഉപ്പ് ഒഴിക്കരുത്, അല്ലെങ്കിൽ പൊടിയിട്ട് കൊടുക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് ഏകദേശം നമ്മുടെ നാരങ്ങ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിനാഗിരി ആഡ് ചെയ്യാം. അപ്പോൾ വിനാഗിരിയും കൂടി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇനി അച്ചാറിന് വെള്ളക്കിടുമ്പോഴുള്ള ചാറ് കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം സെറ്റായിക്കോളും. അതുകൊണ്ടാണ് ഒത്തിരി വെള്ളം ഒഴിക്കരുതെന്ന് പറയാൻ കാരണം. നാരങ്ങയുടെ ആ പുളിയും കയ്പ്പൊക്കെ മാറാൻ പാകത്തിന് നമുക്ക് നന്നായി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇതേ അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളക്കിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.